ബ്രേക്കിംഗ് റിപ്പോർട്ട്, ബിഗ് ബ്രേക്കിംഗ്, മെഗാ ബിഗ് ബ്രേക്കിംഗ് സ്ഥിരീകരിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കെ സുധാകരൻ. അപ്പോൾ കെ സുധാകരന്റെ വാശിക്ക് പാർട്ടി വഴങ്ങിയിരിക്കുന്നു. ബിജെപിയിലേക്ക് പോകുന്ന സുധാകരനെ പാർട്ടിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഇങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിന് അംഗീകരിക്കാനാവില്ല. അപ്പോൾ വലിയ തീരുമാനത്തിലേക്ക് വരുന്നപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ. അപ്പോൾ അനുയായികൾക്ക് സന്തോഷിക്കാം. കെ സുധാകരന്റെ വാർത്താ സമ്മേളനം കണ്ണൂരിൽ താൻ സ്ഥാനാർത്ഥിയായി എന്ന പ്രതികരണമായിട്ട് വാർത്താ സമ്മേളനം നടത്തുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് മുട്ടുമടക്കിയിരിക്കുന്നു, കെ സുധാകരന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നോബിൾ മാരിക്കാരൻ. നോബിൾ, കണ്ണൂരിൽ സുധാകരൻ ഉറപ്പിച്ചോ? സ്മൃതി, കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. വലിയ മാറ്റം വന്നിരിക്കുന്നു. എ കെ ആന്റണി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. എ കെ ആന്റണി നേതൃത്വവുമായി സംസാരിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല സംസാരിച്ചതിന് പിന്നാലെയാണ് എ കെ ആന്റണിയും ഈ വിഷയത്തിൽ ഇടപെടലുമായി എത്തിയത്. എ കെ ആന്റണിയുടെ വാക്കുകൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എ കെ ആന്റണിയുടെ ഇടപെടൽ പല ഘട്ടങ്ങളും നമ്മൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിച്ചതാണ്. പക്ഷേ ഈ നിർണായക ഘട്ടത്തിൽ എ കെ ആന്റണിയും കെ സുധാകരന് വേണ്ടി രംഗത്തേക്ക് വന്നിരിക്കുന്നു. കെ സുധാകരൻ മത്സരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കെ സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കും. ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു വലിയ മാറ്റം ഇപ്പോൾ ഉണ്ടാവുകയാണ്. കെ സുധാകരന്റെ കാര്യത്തിൽ നേരത്തെ ടി.ഒ. മോഹനനെ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനം എടുത്തത്. ആ തീരുമാനത്തിന് പിന്നാലെ ഉണ്ടായ വലിയ കലാപം അത് കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിരിക്കുന്നു. വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ വന്നിരിക്കുന്നു. കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എ കെ ആന്റണി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതായത് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. 12 മണിക്ക് കെ സുധാകരന്റെ വാർത്താ സമ്മേളനം അടക്കം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനു മുൻപ് സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. നിർണായക ഇടപെടൽ അത് എ കെ ആന്റണിയുടെ ഭാഗത്തുനിന്നും ഒപ്പം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക്. കണ്ണൂർ യുദ്ധത്തിൽ സുധാകര വിജയം അതാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ യുദ്ധത്തിൽ സുധാകര വിജയം ഉണ്ടായിരിക്കുന്നു. താൻ ആഗ്രഹിച്ചത് നേടിയെടുത്തിരിക്കുന്നു കെ സുധാകരൻ എന്നുള്ളതാണ്. അതിലെ വരും വരായികൾ, അതിലെ ശരിതെറ്റുകൾ പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ സുധാകരന്റെ വാശിക്ക് ഹൈക്കമാൻഡ് ഇതാ മുട്ടുമടക്കിയിരിക്കുന്നു. ഹൈക്കമാൻഡ് ഇതാ വഴങ്ങിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലും ഖാർഗെ എടുത്തിരുന്ന തീരുമാനം സുധാകരൻ വേണ്ട എന്നുള്ളതാണ്. സുധാകരൻ വേണ്ട എന്നുള്ളതല്ല, MP-മാർ വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഇളവ് നൽകിയിരിക്കുന്നു. സുധാകരൻ ഇളവ് നൽകുന്നത് സുധാകരന്റെ വാശിക്ക് വഴങ്ങിക്കൊണ്ടാണ്. ആ വാശി എന്നുള്ളത് താൻ മത്സരിക്കും, തന്റെ അനുയായികൾ മത്സരിക്കും, സംസ്ഥാനത്തുടനീളം സ്ഥാനാർത്ഥികളെ നിർത്തും, അങ്ങനെ തന്റെ പുതിയ പാർട്ടി KS ബ്രിഗേഡ് വരും എന്ന വെല്ലുവിളിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് ഇതാ മുട്ടുമടക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പാതിരാത്രികളിലെ ചർച്ചകളിൽ രാഹുൽ ഗാന്ധി അടക്കം ഇടപെടുന്ന സാഹചര്യമുണ്ടായി. കെ സുധാകരൻ ഗുഡ് ബൈ വരെ പറഞ്ഞു ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിനോട്. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് പാർട്ടിയെ ഈ ഘട്ടത്തിൽ പാർട്ടിക്കുണ്ടായിരുന്ന ഒരു മേൽക്കൈ തകർത്ത കെ സുധാകരനെ അംഗീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് പാർട്ടി വരുമ്പോൾ ഇവിടെ പാർട്ടി വഴങ്ങുന്നു. പാർട്ടി വഴങ്ങുമ്പോൾ തിരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യും എന്നുള്ള ഏക വിശ്വാസത്തിലാണ് ഇപ്പോൾ കെ സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കെ സുധാകരന് കണ്ണൂർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.